ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ് ഹ്യൂമൻ, ഹ്യൂമെയിൻ. പെട്ടെന്ന് നോക്കുമ്പോൾ ഇവ തമ്മിൽ മാറിപ്പോകും. കാരണം സ്പെല്ലിംഗ് വെച്ച് നോക്കുമ്പോൾ ഒരൊറ്റ ലെറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഈ രണ്ട് വേർഡ്സും തമ്മിലുള്ളൂ. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ യൂസ് ചെയ്യുന്ന വേർഡാണ്. ചില സിറ്റുവേഷൻസിൽ മാനുഷികമായ എന്ന അർത്ഥത്തിലും നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യാറുണ്ട്? ഹ്യൂമൻ എന്ന വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് capable of amazing things. The human brain is capable of amazing things. To be greedy is human nature. To be greedy is human nature. ഇവിടെല്ലാം മനുഷ്യന്റെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഹ്യൂമൻ എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഹ്യൂമെയിൻ, കൈൻഡ്നെസ്, കമ്പാഷൻ, എംപതി ഇത്തരത്തിലുള്ള ഇമോഷൻസ് മനുഷ്യരോടോ ആനിമൽസിനോടോ ഒക്കെ കാണിക്കുമ്പോഴാണ് നമ്മൾ ഹ്യൂമെയിൻ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ദയ, കരുണ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ആ ഒരു സെൻസിലാണ് ഹ്യൂമെയിൻ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഹി ഈസ് എ ഹ്യൂമെയിൻ ബോയ്. ഹി ഈസ് എ ഹ്യൂമെയിൻ ബോയ്. ഇവിടെ കൈൻഡ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ? She treated the animal in a humane way. She treated the animal in a humane way. ഇവിടെയെല്ലാം ഹ്യൂമെയിൻ എന്ന വേർഡിന് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹം, കരുതല്, ദയ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻ, ഹ്യൂമെയിൻ എന്നീ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. ഹ്യൂമെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ, കരുണ എന്നിങ്ങനെയുള്ള ഇമോഷൻസ് ആണ്. മറ്റുള്ളവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ലെ നമ്മളുടെ. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പൊതുവേ ഉള്ള മനുഷ്യന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. രണ്ട് വേർഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.